കർഷകരുടെ അല്ലെങ്കിൽ കാർഷിക ദിനമാണ്. വെള്ളായണി അടക്കമുള്ളതോടെ പ്രതീക്ഷയുടെ പൊൻകിരണങ്ങളാണ് വെള്ളായണി അടക്കമുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ഉദിച്ചു വരുന്നത്. കൃഷിയിടങ്ങളിൽ നിന്ന് പ്രജിത് മോഹനൻ ചേരുകയാണ്. പാലക്കാട് നിന്ന് അരുണാലത്തൂരും ആലപ്പുഴ കൈനഗരി കാട് കയ്യാർ പാടശേഖരത്ത് നിന്ന് നിഷ ദിലീപും നമ്മോടൊപ്പം ചേരും. ആദ്യം തിരുവനന്തപുരത്തെ വെള്ളായണിയിലേക്ക് പോകാം. പ്രജിത് മോഹൻ, നമസ്തേ, സുപ്രഭാതം, പുതുവത്സര ആശംസകൾ. പുത്തൻ പുലരിയിൽ കാർഷിക സമൃദ്ധിക്ക് നടുവിലാണ്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ, എന്താണ് അവിടെ നിന്ന് പറയാനുള്ള വിശേഷങ്ങൾ പ്രജിത്ത്? ഇരുവർക്കും സുപ്രഭാതം. പ്രദീപ് പറഞ്ഞതുപോലെയാണ്, പ്രതീക്ഷകളുടെ ഒരു ദിനമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മുന്നിൽ കാണുന്നത് കുറച്ച് നാളെ ഇവിടെ ഈ കർഷകരുടെയൊക്കെ വിളയാക്കി മാറേണ്ട കുറച്ച് ചീരത്തൈകളാണ്. അതിനൊപ്പം കുറച്ച് കളകളുണ്ട്. ആ കളകളൊക്കെ പറിക്കുന്ന അമ്മമാരും ഇവിടെ ആ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിലും ശരി, രാവിലെ എല്ലാവരും ഈ ജോലികളിൽ വ്യാപൃതരാണ്. നമുക്ക് അവരോട് ചോദിക്കാം. ചിങ്ങം 1 അവരെ ശല്യം ചെയ്യുകയാണ് ജോലിയുള്ള സമയത്ത്. പക്ഷേ എന്നാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് ജോലിയൊക്കെ? കുഴപ്പമില്ല. ഇവിടെ എത്ര ആളായി ജോലി ചെയ്യുന്നുണ്ട്? ഇവിടെ 8-10 ഇവിടെ എത്ര ദിവസം പാടമുണ്ട്? ഒരുപാട് ദിവസം കൊണ്ടതുണ്ട്. ഈ ഇതിപ്പോ എന്താ ഈ ചിങ്ങം 1 ഇങ്ങനെ സാധാരണ കളയൊക്കെ പറിക്കുന്നത്? ഇല്ല, അല്ലാതെ ഉണ്ട്. അല്ലാതെ ഉണ്ട്. വേറെ ചേച്ചിയുണ്ട്. ചേച്ചി എന്താ പേരെന്താ? നളിനി. നളിനി, എത്ര നാളെ ഇവിടെ പണിയെടുക്കുന്നത്? നമ്മളിവിടെ എല്ലാ ദിവസവും ഉണ്ട് പണികൾ. ചീരയുടെ ഒക്കെ വിലയൊക്കെ എങ്ങനെയുണ്ട്? വില നമുക്ക് അറിഞ്ഞൂടാ. ജോലിയാണല്ലേ? നമ്മൾ ജോലി കൂലി വിലക്ക് പറയുകയാണ്. അതെ അതെ, അത് ഇവിടെ ജോലി എടുക്കുന്ന ആളുകളാണ്. അവർക്ക് വില കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും പൊതുവെ കാർഷിക വസ്തുക്കൾക്കൊക്കെ വില കുറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണെന്ന് നമുക്കറിയാം. കർഷകർ കഴിഞ്ഞ ദിവസം നമ്മൾ വെള്ളായണിയിലെ മറ്റ് പാടശേഖരങ്ങളിലും ഈ പറഞ്ഞ മറ്റ് വിളകളൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒക്കെ പോയിരുന്നു. സാധാരണയുള്ളതിൽ കവിഞ്ഞൊരു വില കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓണകാലത്തെ വരവേൽക്കാൻ വേണ്ടി ഓണത്തിനുള്ള കൃഷിയുടെ കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ എത്രത്തോളം വില കിട്ടുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു. ഒരു വശത്ത് ചീരയൊക്കെ വെട്ടി എടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണ്. മറ്റു വശത്ത് ചീരയൊക്കെ നട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചെറിയ തൈകളായി നിൽക്കുന്നു. മുൻപ് പറഞ്ഞതുപോലെ ആ പ്രതീക്ഷയുടെ കിരണങ്ങളൊക്കെ വന്ന് പതിക്കുന്നത് ഈ ചെടികളിലാണ്. ആ ചെടികൾ ഇവരുടെയൊക്കെ പ്രതീക്ഷകളാണ്. നാളെ വിപണിയിൽ നല്ല വില കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. അതിൻ്റെ ഒപ്പം നിൽക്കുന്ന കളകളൊക്കെ കർഷകർ കളപറിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പ്രദീപ്, എന്തായാലും വളരെ ഊർജ്ജസ്വലമായൊരു ദിവസമാണ് വെള്ളായണിയിൽ നിന്ന് നമുക്ക് രാവിലെ കാണാൻ കഴിയുന്നത്. ചിങ്ങം 1 ആ ഒരു കാർഷിക വൃത്തിയുടെ എല്ലാ പ്രൗഢിയോടും കൂടി ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിലും കൃഷിയിടങ്ങളിലൊന്നും ജോലിക്ക് ആളെ കിട്ടാത്ത സാഹചര്യമുണ്ട്. പുറംനാട്ടുകാരൊക്കെ വന്ന് ജോലി ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള പുറംനാട്ടുകാരും ഇവിടെ ഉണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെയാണ് രാവിലെ ഇത്രയധികം സ്ത്രീകൾ ഒരുമിച്ച് ചേർന്ന് കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്ന ഒരു കാഴ്ച സാധാരണ നഗരവാസികൾക്കൊന്നും അങ്ങനെ കാണാൻ കഴിയില്ല. പക്ഷേ വെള്ളായണിയിൽ അതൊരു സ്ഥിരം കാഴ്ചയാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു കാർഷിക സമൃദ്ധിയുടെ കേന്ദ്രമാണ് വെള്ളായണി എന്ന് പറയുന്നത്. ഒരു പക്ഷേ വിഷരഹിതമായ പച്ചക്കറികളും ഇത്തരം വസ്തുക്കളും ഒക്കെ ഏറ്റവും കൂടുതൽ നഗരത്തിലേക്ക് എത്തുന്ന സ്ഥലം കൂടിയാണ് ഈ വെള്ളായണി. വെള്ളായണിയുടെ കാർഷിക പാരമ്പര്യത്തിനൊക്കെ പലപ്പോഴും ഇടിവുപറ്റാനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കർഷകർ ഇങ്ങനെ പരമാവധി തങ്ങളാൽ കഴിയുന്ന ജോലികളുമായി അല്ലെങ്കിൽ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഈ കൃഷിയൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പ്രദീപ്, എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റ് കൃഷിയിടങ്ങളിലേക്ക് നമുക്ക് പോകാൻ. പക്ഷെ എന്ത് നിറക്കാഴ്ച അല്ലേ, ഒരു നിറവും സമൃദ്ധിയും. ആ വൈറ്റ് ഷോട്ടിലാണ് എല്ലാം കണ്ടത്. ചീരയാണ്.